നിൽക്കന്നെ പറയും. പിന്നെ ഈ മരങ്ങൾ മുറിച്ചിട്ട് ഈ വർഗത്തിൻ്റെ വീട് കെട്ടിയിട്ടാണ് അദ്ദേഹം ഒരു ദിവസം രാഷ്ട്രപതിയാവുന്നത് ആ രാജ്യത്ത്. ഫ്രഞ്ചുകാർ നെപ്പോളിയൻ്റെ കഥ പറയും. ഒന്നുമില്ലാത്തൊരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച് പട്ടാളക്കാരനാവുന്നു, കഴിവുകൊണ്ട് ജനറലാവുന്നു, പിന്നെ രാജാവും സാമ്രാജ്യത്തിൻ്റെ ഫ്രഞ്ച് സാമ്രാജ്യത്തിൻ്റെ എംപററാവുന്നു. ഇന്ത്യയിൽ നമുക്ക് കഥകളുണ്ടല്ലോ. ഈ കാലത്ത് തന്നെ എന്തൊക്കെ കഥകൾ നമുക്ക് കേൾക്കാം. മൻമോഹൻ സിംഗ് ജി പാകിസ്ഥാൻ്റെ ഒരു ചെറിയൊരു ഗ്രാമത്തിൽ പാവപ്പെട്ട സ്ഥിതിയിൽ ജനിച്ച് വളർന്ന് അവിടുന്ന് പാർട്ടിഷൻ സമയത്ത് എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഓടി ഭാരതത്തിൽ വന്ന ശേഷം എത്ര മഹാൻ വ്യക്തിയായിട്ട് പ്രധാനമന്ത്രിയായി. നരേന്ദ്രമോദി എപ്പോഴും നമ്മൾ പറയുന്ന കഥയാണ്. അദ്ദേഹം ചായ വെച്ചിട്ട് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ ചായ വെച്ചിട്ടാണ് ഇപ്പോൾ വന്നിട്ട് നമ്മൾ പ്രധാനമന്ത്രിയായത്. ഇങ്ങനെയുള്ള കഥകൾ കേൾക്കുമ്പോൾ കേരളത്തിൽ അങ്ങനെ നമ്മൾ കേൾക്കുമ്പോൾ അത്ര വലിയ കഥകൾ ഇല്ല. ഞാൻ ഇന്നാൾ വായിക്കുകയായിരുന്നു EK ജാനകി അമ്മ എന്ന് പറഞ്ഞൊരു പാവപ്പെട്ട ദളിത് കുടുംബത്തിൻ്റെ ഒരു സ്ത്രീ മലബാറിൽ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടിൽ ജനിച്ച് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തൊരു കാലത്ത് പഠിച്ച് വലുതായി ലോക പ്രസിദ്ധമായ ഒരു സയൻറ്റിസ്റ്റും ബോട്ടണിസ്റ്റുമായി മാറിയിട്ടുണ്ട്. അങ്ങനെ ആ കാറ്റഗറിയിൽ ശരിക്ക് എല്ലാം വെച്ച് വലിയ പേര് പറയാനുള്ളത് നമ്മൾ ഇന്ന് സംസാരിക്കാനും ഓർമ്മ വയ്ക്കാനും ഉണ്ടായിരുന്ന വ്യക്തിയാണ് ശ്രീ MK ഹാജി. എനിക്ക് അദ്ദേഹത്തിൻ്റെ കഥയെക്കുറിച്ച് കേൾക്കുമ്പോൾ 1904 ഭയങ്കര കഷ്ടത്തിലും ദരിദ്രത്തിലും ജനിക്കുന്ന ഒരു കുഞ്ഞഹമ്മദ്, പിന്നെ 2.5-3 വയസ്സ് കഷ്ടിച്ച് 3 ആകുമ്പോഴേക്കും അച്ഛൻ അന്തരിച്ചു പോയി. അമ്മ വീട്ടിൽ പത്തിരി ഉണ്ടാക്കിയിട്ട് ഈ കുട്ടി ഓരോരോ വീട്ടിൽ പോയിട്ട് വിൽക്കാൻ ആണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതെല്ലാം ചെയ്ത ശേഷം ഒരു വീട്ടിലൊരു എസ്റ്റേറ്റിൽ വേലക്കാരൻ്റെ ഒരു ജോലി ചെയ്യേണ്ടി വന്നു 14 വയസ്സിൽ. ഇതൊക്കെ അനുഭവിച്ച ശേഷം അദ്ദേഹം ഇനിയൊരു റിസ്ക് എടുത്തിട്ടാണ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ച എറണാകുള ലഹളയിലൊക്കെ പങ്കെടുത്ത് അദ്ദേഹത്തിന് ഖിലാഫത്ത് സമരത്തിൽ ഒരു ചെറുപ്പക്കാരനായിട്ട് ആദിയിലൊക്കെ ഇറങ്ങി നമ്മുടെ സ്വതന്ത്ര സേനാനി ആയിട്ട് പ്രവർത്തിച്ചു. പിന്നെ നമ്മൾ ഈ കഥ കേട്ട് കഴിഞ്ഞു. ശ്രീ PM സലാം പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം ഓടിപ്പോയി ട്രെയിനിൽ കയറി, ഈ പോലീസുകാർ പിടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് കയറി പോയപ്പോൾ പക്ഷേ ടിക്കറ്റിന് കാശുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ടിക്കറ്റ് കളക്ഷൻ ആൾക്കാർ വരുമ്പോൾ അദ്ദേഹത്തിന് ടിക്കറ്റ് കണ്ടപ്പോൾ ഉടനെ ഇറക്കി ഇവിടെ പിന്നെ ആറക്കോണം സ്റ്റേഷൻ. അപ്പോൾ അവിടെ ടിക്കറ്റുമില്ല. അദ്ദേഹം ചെന്നൈയിൽ പോകാനാണ് ഉദ്ദേശിച്ചത്. അതിൽ എത്താനും സാധിച്ചില്ല. ആറക്കോണത്ത് ഇറക്കി. പണമില്ല, ജീവിത മാർഗമില്ല. സ്റ്റേഷൻ മാസ്റ്റർ അദ്ദേഹത്തിന് ഒരു കൂലിപ്പണി കൊടുത്തു. അദ്ദേഹത്തിൻ്റെ പൂന്തോട്ടത്തിൽ വെള്ളം ഒഴിക്കാൻ, പൂളെ വളർത്താൻ. അങ്ങനെ ആരംഭിച്ച് ചെറിയ കുറച്ച് പൈസയോ പണയോ കിട്ടി സമ്പാദിച്ചിട്ടാണ് ഇദ്ദേഹം മദ്രാസിലേക്ക് പോകാനുള്ള ടിക്കറ്റ് മേടിച്ച് പോയത്. അദ്ദേഹവും നമ്മളുടെ ഈ പ്രസിദ്ധപ്പെട്ട പ്രധാനമന്ത്രിമാരെ പോലെ അദ്ദേഹവും ചായ വിട്ടിട്ടുണ്ട് പാതിയിൽ. അത് ചെന്നൈയിൽ, മദ്രാസിൽ. ഇങ്ങനെയൊക്കെ ഈ സ്ഥിതിയിൽ പ്രവർത്തിച്ച് കഷ്ടങ്ങൾ അനുഭവിച്ചിട്ട് കുറച്ചൊക്കെ സമ്പാദിച്ച് പിന്നെ ബിസിനസ് ആരംഭിച്ചതും നമ്മൾ PM സലാം പറഞ്ഞ പോലെ ശ്രീ ഇബ്രാഹിം പൂണത്തിൽ ഇതിനെക്കുറിച്ച് കണ്ടുപിടിച്ചിട്ട് നല്ലോണം ഈ കഥ നിങ്ങളോട് പറയണം ആയിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ സമയക്കുറവുള്ള കാരണം നമുക്ക് ചുരുക്കി അദ്ദേഹത്തെ സമയം കൊടുത്തുള്ളൂ സംസാരിക്കാൻ. എങ്ങനെയാണ് ഈ കഷ്ടം അനുഭവിച്ച ഈ കുട്ടി ഇത്ര വലിയൊരു മഹാനായി ഹോട്ടൽസും ബേക്കറീസും ഒക്കെ സ്ഥാപിച്ചിട്ടൊരു പണക്കാരനായിട്ട് കേരളത്തിൽ തിരിച്ചു വരുന്നത്? 40 വർഷത്തിൻ്റെ പ്രവർത്തനത്തിലാണ് അതൊക്കെ ചെയ്തത്. എന്നിട്ട് ഇവിടെ എസ്റ്റേറ്റൊക്കെ വാങ്ങാൻ ഒരേ ഇടക്കരയിൽ അദ്ദേഹം എസ്റ്റേറ്റും കൂടി മേടിച്ചു. ചില ബിസിനസ്സുകൾ അദ്ദേഹം നയിക്കില്ലെന്ന് തീരുമാനിച്ചു. കാരണം സത്യസന്ധമായി ചെയ്യാൻ സാധിക്കാത്ത ബിസിനസ് എനിക്ക് വേണ്ട പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകൾ വിറ്റു. അത്രത്തോളം ആത്മാർത്ഥതയും മര്യാദയും ഡീസൻസിയും ഓണസ്റ്റിയും ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ്. എന്നിട്ടാണ് ഈ പോക്കറ്റ് സാഹിബിൻ്റെ പേരിൽ ഈ മെമ്മോറിയൽ കോളേജും ഓർഫനേജും, ആദ്യം ഓർഫനേജ് പിന്നെ ഓർഫനേജിൻ്റെ പേരിൽ കോളേജും കൂടി സ്ഥാപിക്കാൻ അദ്ദേഹം തീരുമാനിച്ചത്. ആ സ്ഥലത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അദ്ദേഹം ചെയ്ത ഓരോരോ